ഹായ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മളെ പണിൻ്റെ തിരക്കായിരുന്നു, വീട് പണി, അടുക്കളേൻ്റെ പണി. പിന്നെ അപ്പൂസിന് പാരിയായിട്ട് 2 ദിവസം റെസ്റ്റ് ആണ്. അതെ, അപ്പൂസിന് സ്കൂളിലേക്ക് പോയപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഇത്രയും നേരം അകത്തായിരുന്നു. ഒരു സ്കൂളിൽ നിന്ന് ഇന്നലെ രാവിലെ പോയപ്പോഴേ ചെറുതായിട്ടുണ്ടായിരുന്നു. ഈ പൊടിയെല്ലാം കൂടി ആയിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പോയി കൊണ്ടുവന്ന് ചേച്ചിനോട് വരാൻ പറ. ചേച്ചി അവിടെ ഇരിക്കുക. അപ്പൊ 2 ദിവസം നല്ല റെസ്റ്റ് പറഞ്ഞ്. പിന്നെ ഷിജിന്റെ പിന്നെ അതേപോലെ തന്നെ ഒന്ന് റെഡി ചെയ്യാറ്. കൊറേ ആള് ചോദിച്ചിരുന്നു, ഷോർട്സിലും ഒക്കെ ചോദിച്ചു മാറി ഒന്ന്. അപ്പൊ റിപ്ലൈ ഞാൻ തരാക്കി ഒരു ഗ്യാപ്പും കിട്ടാത്തോണ്ടായിരുന്നു. അപ്പൊ മാറ്റം എന്ന് പറയാനായിട്ടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷമുള്ള സമയാണ് ഇപ്പൊ. അപ്പൊ അത് കാണിച്ചു തരാട്ടോ. ചേച്ചിണ്ടോ? ചേച്ചിനെ നമ്മളെ കാണാൻ ചേച്ചി വന്നിട്ടുണ്ട്. കാണാനേ ചേച്ചി നിങ്ങൾ വരില്ല ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം. അപ്പൊ ചാത്തക്കാട്, അതായത് നമ്മളെ തിരുവാലി ഭാഗത്തുനിന്ന് ചേച്ചി നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചേരായി വന്നിട്ട് ആൾക്ക് എന്നോ പൂതിയാണ് കാണാന് പറഞ്ഞ്. നമ്പർ കിട്ടിയില്ല. അപ്പൊ നമ്പർ കിട്ടിയാല് വന്നിട്ട് വന്നൊരു ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് തയ്ച്ചൊക്കെ റെഡിയാക്കി കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. സന്തോഷമുള്ള വാർത്തയാണ്. നോട്ടെ, അപ്പൊ നമ്മളെ വീടിന്റെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തേപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ നമ്മുടെ സാധനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉള്ളിൽ പോയി കാണാട്ടോ. അപ്പൊ അടുപ്പായില്ലേ? പിന്നെ അടുപ്പായി. പിന്നെ കൊറേ ഹുക്കൊക്കെ വന്നിട്ടുണ്ട്, ചെടി തൂക്കാനും. അതെ, ചെടി വെക്കാൻ. ഇത് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വെപ്പിച്ചാണ്. കാരണം നമ്മൾ ഉമ്മറത്തെ ഇത് ഉണ്ടായില്ല, അതൊന്ന് പറഞ്ഞു എന്തേലൊക്കെ ഒന്ന് പറയാമ്മ. എന്തെങ്കിലും ഇങ്ങനെ അമ്മ പറയാം. അമ്മയ്ക്ക് ഞാൻ ഗ്യാപ്പ് കൊടുക്കണ്ടല്ലേ? കാരണം 2 ദിവസത്തെ വിശേഷങ്ങൾ പറയാൻ അങ്ങനെ തിങ്ങി നിക്കല്ലേ ഉള്ളില്. മെയിനായിട്ട് ആള് റെസ്റ്റിലാണ്. അപ്പൊ പറഞ്ഞോടുക്കേ, അപ്പു കണ്ടില്ലതൊന്നും. അപ്പു ഇറങ്ങല്ലെന്ന് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ മുന്നില് 3 ഹുക്ക് വെച്ചിട്ടുണ്ട്. 3 ഹുക്കിലും നമുക്ക് ഹാങ്ങിങ് വെക്കണം. പിന്നെ ഇവിടുന്ന് ആ തല വരെ ഹുക്കാ. കാരണം 1 2 3 4 നല്ല പാറയില് പോയി എന്റെ രോമം കണ്ടിട്ട് വെച്ചാ കയ്യുമ്പോ രോമുണ്ട്. പാറയുടെ റൂമിലുണ്ട്. വെള്ളം ഇപ്പൊ പുറത്തിറക്കിയാലേ ഈ സിമെന്റ് ഒക്കെ നക്കുന്നുണ്ട് വെള്ളം. അമ്മ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? അടുക്കള ഉണ്ടാക്കി. അടുപ്പ് നമ്മളെവിടെയും കണ്ടിട്ടില്ല, നമ്മളതിനെ പറ്റി അറിയൂല. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വൈറ്റ് വാഷ് ചെയ്തിട്ട് ചെയ്തു തരാറിട്ടുണ്ട്. ഇതാണ് ഇവിടെ എല്ലായിടത്തും കഴിഞ്ഞിട്ട് മൊത്തം കഴിഞ്ഞ് നമ്മളെ തേപ്പ്. പിന്നെ നമ്മള് വെച്ചത് ആദ്യം നമ്മള് കക്കൂസ് കാണാനാണ് പോകുന്നത്. ബാത്റൂം ഇവിടെ നമ്മള് സാധാ സ്റ്റെപ്പാട്ടോ കൊടുത്ത് ഇങ്ങനെ. അവിടെ പിന്നെ 3 ഭാഗത്തുനിന്ന് ഇറങ്ങി വിചാരിച്ചത് എന്താന്ന് വെച്ചാല് ആ തല തൊട്ട് ഈ തല വരെ നീളത്തിലുള്ള സ്റ്റെപ്പ് എന്നാ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ അതിന് ഒരുപാട് കല്ലും വേണം. അപ്പൊ ഇങ്ങനത്തെ മതി വിചാരിച്ചു. ഈ ഇരുട്ടാണ് കേട്ടോ, നമ്മളെ കക്കൂസ് കാണൂല. അപ്പൊ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. സാധാ ഇതാണ്, ക്ലോസറ്റ് ആണ്. സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മള്. ഇപ്പൊ ഇന്നലെ രാവിലെ 6 മണിക്ക് തൊട്ട് രാത്രി 6 മണി വരെ എടുത്തിട്ടുണ്ട്. ഉച്ച വരെ എടുക്കണ പണി ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. എന്നാലെങ്കിലും തീരും വിചാരിച്ചു. പക്ഷെ ഇത്ര കുറച്ച് സ്ഥലമുള്ളൂ, അത് ഇത്ര ദിവസം കൊണ്ട് തീരുന്നത് നമ്മള് മനക്കണക്ക് കൂട്ടിയായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും തീർന്നില്ല. 4 ആളും കൂടി എടുത്ത് പോരതിന് സന്തോഷേട്ടനും കൂടി ഇങ്ങോട്ടും തീർന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യില്ല, കാരണം തറവാട്ടിക്ക് ഇങ്ങനെ കാണണം. ഇത് പിന്നെ മെഷീനിൽ ഉടങ്ങണ വരെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് വർത്താനം പറയും ചെയ്യാം. ഇവിടുന്ന് വർത്താനം പറയാം. ആ ബന്ധം മുട്ടാ പോയി കയറി ഇതും കൂടെ ഫില്ലാക്കിയാ പിന്നെ അവിടെ ഒരു ബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമ്മള് ഗ്രില്ലിൽ എന്തെങ്കിലും വെക്കുക, വേണ്ട, ഫ്രീ ആയി കിടക്കട്ടെ. അപ്പൊ സാർ നമുക്ക് അതൊക്കെ നമുക്ക് ഇനി പണി, നമുക്ക് അതൊക്കെ ഇനി നിരത്താണ്ട് അതേപോലെ അത് അതാവുക്കല്ല. അത് ഇവിടെ മോളത്തെ മൊത്തം കഴിഞ്ഞിട്ടോ. അതിലേ തറ ഇലേതും സാറല്ല. ഞാൻ നമുക്ക് മെയിനായിട്ട് കാണിച്ചു തരാനുള്ള ഇത് പിന്നെ എല്ലായിടത്തും ഇറങ്ങല്ലേ. 3 ഭാഗത്തുനിന്ന് ഇറങ്ങാം സുഖമായിട്ട്. ആ ലൈറ്റ് ഇട്ട് പോരെ. ആ ചേച്ചീനോട് ഒറ്റയ്ക്ക് ഇട്ടുണ്ട് നമ്മളിവിടെ വീഡിയോ എടുക്കുക. കണ്ടില്ലേ ഒക്കെ കഴിഞ്ഞിട്ട് മൊത്തം കഴിഞ്ഞു. അപ്പൊ ഞാന് നമ്മളെ കാര്യം കാണുന്നിട്ട്. കാരണം ഈ അടുപ്പെന്ന് പറഞ്ഞാലേ
എന്താ പറയാ, ഇതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ മണ്ണ് ഉരുട്ടി അടുപ്പുണ്ടാക്കണ കണ്ടാണ് വളർന്നത്. അടുപ്പ് എല്ലാരും തന്നെയാണ്. പക്ഷെ മണ്ണില് ഉണ്ടാക്കുന്ന അടുപ്പില്ലേ ഒരു സംഭവമാണ്. ഇനി നമ്മൾ ഇതിലൊന്ന് തട്ടിക്കാൻ പോവും. ആ ഒരു ദിവസത്തിനാണ് ഇങ്ങനെയുള്ള കാത്തിരിപ്പ്. ഇതുവരെ 100% നമ്മോട് പറഞ്ഞിട്ടുണ്ട് പുക പോവില്ല, അത്രയും ഗ്യാരണ്ടിയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഫസ്റ്റ് ഇവരെ കൊടുന്നടുപ്പ്. അപ്പൊ ആളില്ല, ആള് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആളൊന്ന് നോക്കി ഇങ്ങനെ റെഡി പോവും. പക്ഷെ പണിക്കാർ പറഞ്ഞെടുക്കും, കറക്റ്റ് പറഞ്ഞു കൊടുത്തു പോകും. സ്റ്റീലിന്റെ ആണ് കേട്ടോ. പിന്നെ ഇതില് നാളെ തൊട്ട് നന കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം നിർത്തണം, 10 ദിവസം വെള്ളം നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ തുണിയിട്ടിട്ട് ഇതൊക്കെ തുണിയിട്ട് മുടി വെച്ചിട്ട് വെള്ളം നിർത്തണം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും അടുപ്പ് പുക പോകണ്ടെങ്കിൽ ആള് റെഡി ചെയ്ത് തരും. പിന്നെ ഇനി ഇവിടെ പോവാണെങ്കിലും റെഡി ചെയ്ത് തരാൻ പോകൂല എന്നാ പറഞ്ഞത്. അതാണ് അടിപൊളിയല്ലേ. ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ. ഇനി ഇവിടെ അതേമാതിരി ഗ്രില്ല് വെക്കണം. ഇനിയിപ്പോ ജനൽ അവിടെ ഒരു ഗ്ലാസിന്റെ നീക്കണം വെക്കണം എന്നുണ്ട് അവിടെയും ഇവിടെ. പിന്നെ ആ അടുപ്പിലാ കത്തിക്കുന്ന വെച്ചാല് ഇവിടെ അടയ്ക്കുക. പിന്നെ ഇതെപ്പോഴും ഫില്ലായിട്ട് ഇങ്ങനെ നിക്കണോരോ. അല്ല എല്ലാവർക്കും അറിയട്ടെ, നമുക്ക് അറിയാത്തോണ്ട് നമ്മള് പറഞ്ഞുതരാണ്. അവിടെ ഫില്ലാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു കലം വെച്ചാലും മതി. ഫുള്ളായിട്ട് ഇങ്ങനെ അമർന്നിരിക്കണം എന്തെങ്കിലും. പിന്നെ അടുത്ത എന്താ ഇവിടെ സ്റ്റെപ്പ് ഇട്ട് നമ്മള് ഗ്യാസ് അടുപ്പ് വെക്കാൻ ഇവിടെ എന്തെങ്കിലും ഒരു വെച്ചിട്ട് വെച്ചതിന് ശേഷം ഇവിടെ നമ്മള് കുറച്ചിങ്ങനെ വെച്ചതിന് ശേഷം ഇതേ ലെവലിൽ തന്നെ നമ്മളെ ഗ്യാസിന് ഇവിടെ വെക്കാം. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നമ്മളൊരു പാൾട്ടേറ്റ് ഇവിടെ തിരിക്കി ആള് പറഞ്ഞു പക്ഷെ പൊന്തിച്ചാൽ മതി. അങ്ങനെ ഗ്യാസ് അടിയിൽ വെക്കാന്ന്. ഇനി ഗ്യാസ് നമുക്ക് പുറത്തേക്ക് ഇറക്കണം. പക്ഷെ ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. ഒരു കണ്ടപ്പോൾ ശരിക്കും ഇത്ര പോലെ ചെയ്യുള്ളൂ. ഇത്ര വരെ ഇത് ബാക്കി, എത്ര ശരിക്കും ചിമ്മിനി ഉണ്ടാവുള്ളൂ. അടുപ്പിന്റെ വീതനെ ഇത്രയും ബാക്കിയാണ്. ഇപ്പൊ വെക്കാൻ പറ്റില്ല നമുക്ക്. ഇതാക്കാം. പിന്നെ ഇതാക്കണം അവിടെ സ്വിച്ച് ആക്കണേ, മിക്സി സാധനമൊക്കെ അവിടെ വെക്കാം. കുറെ അവിടെയൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് പരിപാടി. കുറച്ച് സിമെന്റ് ബാക്കിയുണ്ട്. അപ്പൊ ഇത് ഇഷ്ടായില്ലേ? അടിപൊളിയല്ലേ? സ്റ്റോറുണ്ട്. ആ സ്റ്റോറൂമൊക്കെ കാണിച്ചെടുത്തുണ്ട്. ആ അതിപ്പോ നടക്കും. ഇത് എങ്ങനെയാലും കഴിഞ്ഞിട്ടേ മതി കുത്തിരിക്കും. അത് കുറച്ച് കഴിയട്ടെ. ഓരോ സ്ഥലത്ത് കാണുമ്പോൾ നോക്കാം. ഇനി നമുക്ക് ഇത് റൂമാക്കണം ശരിക്കും. അപ്പൊ ഇനി ഇവിടെ തുറക്കാൻ പറ്റിയ ആള് അടുപ്പിന്റെ ആള് ആ ഏട്ടൻ വന്ന് പറഞ്ഞ എന്താണ് അച്ചുണ്ണിയേട്ടല്ലേ, ആലിക്കോട് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വെട്ടിയാല് റൂമാവും. ബാത്റൂമിൽ നല്ല സെപ്പറേറ്റ് ബാത്റൂമിൽ 2 യൂസ് ചെയ്യാം. അത് റൂമാക്കുകയും ചെയ്യാം. ഇവിടെ അടയ്ക്കുക, അത് ഇവിടെ തുറക്കുക. അത് റൂമാക്കാന്നാള് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇന്ന് റൂം കൂടിയും കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ എന്നോട് പറഞ്ഞേ നല്ലല്ലേ. ഇയാള് പറഞ്ഞേ ഇത്ര വലിയ സ്ലാബാണ്, ഇത്ര എവിടെ ഉണ്ടാവൂല. പക്ഷെ നമ്മളാ ഗ്യാപ്പിന് ഫുള്ളിട് വാർത്തു. ഇവിടെ വേറെ എന്തേലൊക്കെ ചെയ്യണം. ഗ്യാസ് വെക്കാൻ സെറ്റായില്ലേ ഇവിടെ. അപ്പൊ ഇത് നമ്മളെ ഓളോബ്രസിന്റെ കട്ട. ഇത് നമ്മളെ ഓളോബ്രസിന്റെ സെറ്റ് ചെയ്താട്ടോ. ഇവിടെ ചിലപ്പോ കുറച്ചിങ്ങനെ കറക്റ്റ് പൊന്തിച്ചിട്ട് ഇതേ ലെവലിലാക്കണം. പിന്നെ ഇവിടെ ടൈല് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാനൈറ്റ് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ട് പിന്നെന്താ ചേച്ചി പറഞ്ഞു? അല്ല ഇത് കാണാൻ നമ്മള് പൊട്ടന്മാരായി പറയും, എല്ലാവർക്കും നിശ്ചയുണ്ടാവുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങൾ നമുക്കിത് ഫസ്റ്റ് ആവുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ്. അവിടെ എന്തൊക്കെയാ പറഞ്ഞത്? അതിന് പാത്രത്തിന്റെ എന്തൊക്കെ പറഞ്ഞതല്ലേ? അല്ല ഈ ആ പറഞ്ഞതേ വലിച്ചിട്ട് ഇതിന്റെ പൊടി കളയാൻ. അതല്ല ഈ വീഡിയോ കൂടെ പറഞ്ഞ ഈ വീഡിയോ കണ്ടതിൽ നമുക്ക് പിന്നെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവും. അല്ലെ ഇതില് ഒരു തുണി ഇട്ടിട്ട് അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങനെ വലിച്ചിട്ട് ആഴ്ചയിലൊരു ദിവസം പിന്നെ ഇതൊക്കെ എടുക്കലേ. പിന്നെ 6 മാസമൊക്കെ കൂടുമ്പോ അതിന്റെ അത് തുറന്നിട്ട് അതിന്റെ ഉള്ളത്തെ സംഭവം
മണലിന്റെ കിഴി കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കുക. നമ്മള് മറന്നു പോവില്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് ഉപകാരമാണ് വീഡിയോ എടുത്ത് നോക്കിയത്. മണലിന്റെ കിഴി കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കുക, 2 കിഴി കെട്ടിയിട്ട്, എന്നിട്ട് ഇങ്ങനെ ഇറക്കി അപ്പൊ അതിന്റെ പുക ഇങ്ങനെ പോകും. പിന്നെ ഇതിന് നല്ല അടപ്പ് എടുത്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തീ കത്തല് കുറവാകും, തിളക്കണില്ലാന്നൊക്കെ തോന്നും. അപ്പൊ ഇത് ചെറിയ കലത്തിന് പാകാക്കാണ്, ചെറിയ കലത്തിന് പാകാക്കാനാണ് ആ റൗണ്ട് അല്ലേ? അങ്ങനെ ഇത് അമ്മ അങ്ങനെ പറയുന്ന വലിയ കാല ചൂണ്ടി കെട്ടിരിക്കുന്നത് അത് വെക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ എല്ലാരും കൂടുമ്പോ ഒരു പരിപാടിക്ക് നമ്മളെ അടുപ്പിന്. ഇത് നമുക്ക് എന്താ വെച്ചാ ഈ രൂപത്തിലാവാൻ 5,800 ആയിട്ടായത് അല്ലേ? 5,800 ടൈലിടുമ്പോ കൂടും. നമ്മള് ഗ്രാനൈറ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ റെഡിയാണ്. നമ്മളിവിടുന്ന് സിമെന്റും മണലും മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കി എല്ലാവരും കൊണ്ടുവന്നതൊക്കെ കൊണ്ടുവന്നതാ. നല്ല പൈസയാവും, ചെറിയൊരു പണിക്കൂലി കിട്ടുള്ളൂ. ഇതിന്റെ എത്ര പൈസ ഉണ്ട്? ഒരു കൊയല്, വണ്ടിക്കൂലി പിന്നെ വന്ന് ഉച്ചയാകുമ്പോ തീർത്തിട്ട് പോയി. വർക്കുകളെ കാണിക്കാൻ ഞാനും കോൺക്രീറ്റില് അവിടെ കോൺക്രീറ്റ് ചെയ്യണ്ടായിരുന്നു, സ്റ്റെപ്പ് കെട്ടാണ്ട്. വീഡിയോ എടുക്കണമെന്നുണ്ട് നമുക്ക്, പക്ഷെ നമുക്കപ്പോ പണിയായി. പിന്നെ ശുചിക്ക് ഇതേമാതിരി കൊക്കിച്ചാടി നടക്കല്ലേ, നമ്മളെന്ത് ചെയ്യണ? കുറവില്ല ഇപ്പൊ ആൾക്കാരോട് പറഞ്ഞിരിക്കാറിയാ ഒരു കമന്റ് ഇട്ട ആളെ നമ്മളോട് മാപ്പ് പറഞ്ഞിട്ടല്ലേ, സോറി എന്നൊക്കെ നമുക്ക് അറിയില്ലെന്നൊക്കെ. ഇപ്പൊ അതൊക്കെ തന്നെ ചേച്ചി വീഡിയോയില് വരുന്നില്ല, ഒരൊറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അപ്പൂട്ടിന് വൈകിയാട്ടോ. റെഡി അല്ലേ അപ്പൊ? സുഖമുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് ഇറങ്ങാനല്ലേ സെറ്റപ്പായി. ഇനി ഇവിടുന്ന് ഫുള്ള് മണ്ണ് കോരി ഫുള്ള് ഒഴിവാക്കുക. നാളെ ഞാൻ ചെയ്യും. എന്നിട്ട് ഇവിടെ റോഡ് ഓഫീസോട് ചെറുതിനൊന്ന് കെട്ടുക, എന്നാ മിറ്റഡ് ലെവലാക്കിയിടാം. ഇവിടെ അതേമാതിരി ഇതുണ്ടാക്കണം, ഒരു ഐഡിയ പറഞ്ഞു കേട്ടോ. തിരുമ്പം കല്ല് ഞങ്ങള് കുളിമുറിക്ക് ഒരു കല്ല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കാലൊക്കെ വരയ്ക്കാൻ ഒരു കുഞ്ഞു കല്ലൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളെ കാര്യം നടക്കൂല. പിന്നെ ഈ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞാലോ വാഷിംഗ് മെഷീൻ ഫിറ്റാക്കുക, അത് വേണം. ഇന്ന് തുണിയൊക്കെ ഒന്ന് തിരുമ്പി കിട്ടാൻ കുടുങ്ങിട്ട് 2 ദിവസത്തെ 2 ബക്കറ്റ് തുണിയൊന്ന് കഴുകാണ്ടായിരുന്നത്. അതിൽ 1 ബക്കറ്റ് കഴുകി കഴിഞ്ഞു, 1 ബക്കറ്റ് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കൊണ്ടു കൊടുക്കണം? ഞാൻ കൊണ്ടു കൊടുക്കണ്ടോ? ഞാൻ കൊണ്ടു കൊടുക്കണോ? ഇനി നമ്മള് അപ്പൊ ഇതെടുക്കാൻ പറഞ്ഞല്ലേ, പെയിന്റ് അടിക്കാൻ. അതോ അത് പെയിന്റ് അടിക്കുമ്പോ ഇങ്ങനെ എടുക്കുക. കൊയല് നമ്മൾ ഇവിടെ അറ്റം വെച്ചിട്ടുള്ളൂ. അതാഴ്ചയുണ്ട്. നമ്മളെ മെയിൻസ്ലാവിന്റെ മോളിക്ക് ആക്കിയിട്ടില്ല, മെയിൻസ്ലാവിന്റെ താഴെ വരെ നമ്മൾ ചെയ്ത്. ഇനി ഇതുകൊണ്ട് ഇക്കൊരു പരിപാടി ഉണ്ട്. അപ്പോസ് തുടങ്ങിയിട്ടോ വേറെ ഇട്ടുണ്ട്. ഞാനത് പറഞ്ഞത് വരാതെ മെയിൻ്റെ ഇതൊക്കെ വേസ്റ്റ് ഇടാണ് അമ്മ പറയുന്നത്. എന്താ അടച്ചടി വെച്ചാൽ നമുക്ക് ഇവിടെ എവിടെയും കഴുകി കളയാനും നമുക്ക് തന്നത് പൊട്ടി. അതല്ല, ഇതിപ്പോ ഞാൻ എന്താ കരുതി ചെടി വെച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ നടൂ, 2 തലക്കിലും വെക്കുക, എന്നിട്ട് ഇതിലെ മറ്റേ ചെടി വെക്കുക കുടള്ള. അപ്പൊ ഞാൻ അപ്പൂസ് അപ്പൊ തന്നെ വേറെ സാധനം കിട്ടൂല. അതിനോട് പീസ് പൈപ്പിന്റെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഒരു മീൻ കിട്ടിയിട്ട് ഞാനത് ഈ പ്ലാവിന്റെ മറ്റു കൊണ്ടുപോയി കുഴിച്ചിട്ടതാ. ഞാൻ അക്ഷരമായിട്ട് നമ്മള് ടൈൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ടൈൽസ് വന്നിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ മതി പൊളിച്ച് കാണിച്ചു തരാന് കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും. വെറുതെ ഞാൻ കാണിച്ചു തരാം, മതി ഒരു സമാധാനം അല്ല കേട്ടോ. ചേച്ചിയോടെ പറഞ്ഞേ നമ്മളെ ചേച്ചിയോടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മടിയാ? മടിയാ? എന്താ മടി? ഇത്ര ആൾക്കാർ നിങ്ങളെ കാണണല്ലേ? ഇങ്ങോട്ട് പോരെ വീട്ടിലേക്ക്. നമ്മളെ ടൈൽസ് നിരത്ത് വരുന്ന വുഡ് കേട്ടോ, ഇതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞേ ഇതൊക്കെ അടുക്കള അതിന്റെ ശേഷം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ മനസ്സിൽ നിൽക്കൂല കേട്ടോ. ഇതൊരു കാണിച്ചു കൊടുത്തെങ്കിലുള്ളൂ സമാധാനം പെടുക. കല്ല് ഇതാ, കല്ല് കാലടിക്കാൻ കല്ല് വേണമെന്ന് പറഞ്ഞു അമ്മ. അവിടെ ഉള്ളിൽ കയറിയപ്പോ തന്നെ കാലടിക്കാനുള്ള കല്ല്, എന്നിട്ട് നമുക്ക് ചളിയാവൂലേ, അത് വരച്ച് നന്നാക്കണ്ടേ. നമ്മളെ വീഡിയോ ലൈവ് കണ്ടോണ്ടിരിക്കണ ആൾക്കാരുടെ ഇവിടെ നിങ്ങളെ വീഡിയോ കാണുന്നത് അപ്പൊ ലൈവാണ്. ഞാൻ ഈ ചകിരിന്റെ കഷ്ണം മുറിച്ചിട്ട് ബാത്റൂമിൽ കുളിമുറി കൊണ്ടുവച്ചതാണ്, അതുകൊണ്ടാണ് വരയ്ക്കല്. നാക്കൊക്കെ
ഇതാകുമ്പോ ഇത് ഒന്നും കാണില്ലമ്മ. ഇതൊക്കെ ഇതാണ് നമ്മളെ അടുപ്പിനുള്ള. പിന്നെ ഇതാണ് നമ്മള് അതന്നെയാണ് ഈ സാധനം തന്നെയാണ് ഇവിടെ ഇട്ട സിറ്റ് ഔട്ടിൽ ഇട്ട സാധനം. ഇത് ഗ്രാനൈറ്റ്. പിന്നെ അത് മിക്സഡ് ആണ്. ഇതാണ് നമ്മളെ മിക്സറിലെ നല്ല രസമുള്ളേ. നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളം. നമ്മളെ തുറന്നപ്പോ തന്നെ മനസ്സിലാവണ്ടില്ല. അല്ല ഇവിടെ നല്ലൊരു പുള്ളിയുണ്ട്. രസമുള്ള കണ്ടോ ഓരല്ലേ ഒരല്ല മാലക്ക് രസമുള്ള പുള്ളിണ്ട് ഇതിലേ. റോസും നോക്ക് നമ്മളെ ബാത്റൂമിന്റെ കളറൊക്കെ നോക്ക്. നമ്മളെ ബാത്റൂമിന്റെ കളറ് ഇതിലുണ്ട്, ഇതിലുണ്ട് നല്ല കളറ്. ഏത് ആ ചെടി അത് ഉണങ്ങി നോക്കിട്ട് കഴിഞ്ഞില്ല. അവിടെ 20 ഉറുപ്പിക സ്ക്വയർ ഫീറ്റിന്. അത് പല സ്ഥലത്തും പല വിലയാണ് ഈ മിക്സഡ് വരുന്നത് കേട്ടോ. 20, 25, 30 എല്ലാം വരുന്നുണ്ട്. മതി മതി. അപ്പൊ ചേച്ചി ബോറടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത പണി ഒക്കെ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.